ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ആപ്പിനെയാണ്. സോ ബേസിക്കലി ഈ ഒരു ആപ്പ് എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2 ദിവസമായതോടെ ഇത് തുടങ്ങിയിട്ട്. ബേസിക്കലി ഈ ആപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും വലിയ ബുക്ക് വായിക്കുന്ന ഹാബിറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് ആണ്, അത് ഇത്രയേ ഉള്ളൂ. ഒരു ബുക്കിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ടായിട്ടുള്ള ഏറ്റവും ബിറ്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് മാത്രം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണലൈസ്ഡ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുള്ള പേഴ്സണലൈസ്ഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും. സോ അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യേണ്ടത്. ബേസിക്കലി നമുക്ക് ഇതാണ് നമ്മുടെ ഇത് എൻട്രി. അതായത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വരുന്നത്, നമുക്കിവിടെ മെയിനായിട്ട് ഉള്ളത് ആദ്യത്തെ ഒരു ഡാഷ്ബോർഡാണ് ഇത്. ഈ ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താണ് ഈ ഒരു റീഡിങ്ങിലേക്ക് ഹാബിറ്റിലേക്ക് വരുന്നവർക്ക് ആദ്യം തന്നെ ഒരു കുറച്ച് കോഡ്സും കാര്യങ്ങളും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്, നമുക്ക് ഇവിടെ നിന്ന് വേണ്ടിയും താഴോട്ട് വരുന്നത് നമുക്കൊരു ടിക്ക് മാർക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി വരുമ്പോൾ. ഞാൻ ഇന്നലെ ജോയിൻ ട്യൂസ്ഡേ 19. സോ അടുത്ത വരുന്നതാണ് ഇതാണ് നമ്മുടെ ഐഡിയാസ്. ഈ ഐഡിയാസ് മെയിനായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഐഡിയാസ് ബിറ്റ് സൈസിൻ്റെ ഇൻഫർമേഷൻ എടുക്കുന്നത് ബുക്കിൽ നിന്ന് മാത്രമല്ല, യൂട്യൂബ്, അതുപോലെ പോഡ്കാസ്റ്റ്, അതുപോലെ ആർട്ടിക്കിൾസ്, ഇതിനകത്ത് നിന്നൊക്കെ ഇവർ ബിറ്റ് സൈസ്ഡ് ആയിട്ട് ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പം ഇതാണ് നമ്മുടെ എൻ്റെ പേഴ്സണലൈസ്ഡ് ഡാഷ്ബോർഡിൽ വരുന്നത്. ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഇക്കിഗായി എന്നൊരു ബുക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതൊരു സൈറ്റിൽ നിന്നുള്ളതാണ്, ഇതൊരു ബുക്കിൽ നിന്നുള്ളതാണ്. ഈ ബുക്കിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട കിട്ടേണ്ട ഐഡിയാസ് എനിക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഐഡിയാസ് എന്ത് ചെയ്യും, എനിക്കിവിടെ 7 ഐഡിയാസാണുള്ളത്. 7 ഐഡിയാസിൽ ഇങ്ങനെ തുടങ്ങും. ഇത് 7 ഐഡിയ, ഇതിനകത്ത് ആ ബുക്ക് എഴുതിയ ആളുടെ ഒരു കോട്ടാണ്. അതിനുശേഷമാണ് 7 ഐഡിയാസ് വരാൻ തുടങ്ങുന്നത്. കണ്ടു, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് പേഴ്സണൽ സക്സസ്, ആ ഒരു ബുക്കിനെ കുറിച്ചുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കണ്ട് ഈ ഒരു ഡാഷ്ബോർഡ് വന്ന് നമ്മൾ ഫുൾ വായിക്കുമ്പോൾ നമുക്കിവിടെ ടിക്ക് മാർക്ക് വരും. ആ ടിക്ക് മാർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വായിച്ചു എന്നുള്ളതാണ്. സോ അടുത്ത് നമുക്ക് ആ ഒരു അങ്ങനെ ഐഡിയാസ്, ഞാൻ ഈ എൻ്റെ പേഴ്സണലൈസ് ഡാഷ്ബോർഡിനകത്ത് ഞാൻ ഈ ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തേക്കുന്നത്, ഈ ഒരു ആപ്പ്. നിങ്ങൾക്കത് റീഡിങ് ഹാബിറ്റ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാം, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മെയിലിൽ കാണാൻ സാധിക്കുകയാണ് നെബിൻ ഇവിടെ എഴുതിയേക്കുന്നിടത്ത് സ്റ്റുഡൻറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എത്ര കണ്ടൻറ്റ് നമ്മൾ വായിച്ചു, ഇതാണ് നമ്മുടെ സ്ട്രീക്ക്, നമ്മൾ എത്ര ദിവസമായിട്ട് കണ്ടിന്യൂസ് ഉണ്ട്. ഇത് നമുക്ക് റീഡിങ് ഹാബിറ്റൊക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അതേപോലെ ഇതിങ്ങനെ ഒത്തിരി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഐഡിയാസ് നമുക്കിങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ പേഴ്സണലൈസ്ഡ് ഡാഷ്ബോർഡിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ എന്ന ബട്ടൺ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഡീപ്പ് ഡൈവർ ഇൻറ്റു, നിങ്ങൾക്ക് ബുക്കിലേക്കാണോ, ഇവിടെ നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണലൈസ് വേറെ അടുത്തൊരു സെർച്ചിൽ തന്നെ ഒരു പേഴ്സണലൈസ് ഡാഷ്ബോർഡിനകത്ത് ഇങ്ങനെ വരും. നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും. അതിനുശേഷമാണ് ഡീപ്പ് ഡൈവർ ഇൻറ്റു ബുക്ക് വേണോ, പോഡ്കാസ്റ്റ് വേണോ, വീഡിയോസ് വേണോ, ഞാൻ പറയുന്നത് എല്ലാ ഐഡിയാസിന് വേണ്ടിയാണ് ഞാൻ. അപ്പം ബുക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ, പോഡ്കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോഡ്കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. ഓക്കെ, ഇതാണ് ബുക്കിൽ നിന്നുള്ള ഐഡിയാസ് വരുന്നത്. ഇനി എനിക്ക് പോഡ്കാസ്റ്റ് വഴിയുള്ള ഐഡിയാസാണ് വേണ്ടതെങ്കിൽ എനിക്ക് പോഡ്കാസ്റ്റ് വഴിയുള്ള ഐഡിയാസ് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ ഓരോരുത്തരും നമുക്ക് ഫോളോ ചെയ്യാം. അതുപോലെ ഇനി ടോപ്പിക്ക് വൈസ് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടണമെങ്കിൽ ഈ എക്സസൈസ് ആൻഡ് ഫിറ്റ്നസ് എന്നത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ളത് ബുക്കിൽ നിന്നാവാം, അല്ലെങ്കിൽ എല്ലാത്തിനും വരും. ഇത് അൾട്ടിമേറ്റ് വെൽനെസ്, ഫിറ്റ്നസ്, കാർഡിയോ കിൽ ഗെയിംസ്, അങ്ങനെ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതാണ് എക്സ്പ്ലോർ ബൈ ടോപ്പിക്കുള്ള ടെക്നോളജി, സ്റ്റാർട്ടപ്സ്, ബിസിനസ്, ഹെൽത്ത്, ലോങ്ജിവിറ്റി, അങ്ങനെയൊക്കെ. സോ അതിനുശേഷം നമുക്ക് ന്യൂ ജേർണി ആയിട്ടുള്ളത് അങ്ങനെ ഉള്ള കാര്യങ്ങളാണുള്ളത്. നമുക്ക് ബുക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹൈലൈറ്റഡ് ഓതേഴ്സ് ഉണ്ട്, പോപ്പുലർ പോഡ്കാസ്റ്റ് ഉണ്ട്, അങ്ങനെ. ഇത് ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നേരത്തെ വായിക്കാൻ വെച്ചത് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് വരുന്നത് എനിക്ക് മുമ്പ് ഫ്രീ ആയിരുന്നു. ഫ്രീ ട്രയൽ 7 ദിവസത്തെ ഫ്രീ ട്രയലുണ്ട്. പിന്നെ ഇത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതെനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുന്നത്, ഇപ്പം ഒരു ബുക്ക് ഫുള്ളായിട്ട് വായിക്കണം അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് തുടങ്ങണമെന്നുള്ളവർക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഇച്ചിരി എന്താണ് ആനിമേഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് അങ്ങ് ആനിമേഷൻ ഉണ്ടായിട്ട് ആപ്പ് അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല, നമുക്ക് അത്ര ഒരു യൂസർ എക്സ്പീരിയൻസ് തരുന്നില്ല. പിന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മീൻസ് ഇച്ചിരി ഓവർവെൽമിങ് ആയിട്ട് അത് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ എടുക്കണമല്ലോ വായിക്കണമല്ലോ എന്നൊരു ടെംപ്റ്റിങ് നമുക്ക് വരത്തില്ലേ, ആ ഒരു സംഭവം. പിന്നെ എന്തോ നമുക്ക് വരുന്നത് നമുക്ക് അതിനുണ്ട് ആനിമേഷനൊക്കെ നല്ല നൈസായിട്ട് എല്ലായിടത്തും ഭയങ്കര ആനിമേഷൻ്റെ മേളയാണ് ഇതിനകത്ത്, ഭയങ്കര എല്ലാം. പക്ഷേ സംഭവം കൊണ്ട് തന്നെ ഭയങ്കര അത്ര ഒപ്റ്റിമൈസ്ഡും അല്ല കാര്യങ്ങൾ. പോഡ്കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോഡ്കാസ്റ്റിൽ നിന്നുള്ള സാധനങ്ങൾ 50 ഐഡിയാസ് കാര്യങ്ങൾ കിട്ടും. അല്ല ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ആപ്പിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ.